ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ചിലപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷനിലൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലാതെ ഏതെങ്കിലുമൊക്കെ സൈറ്റിലൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആവശ്യത്തിനൊക്കെ ഏതെങ്കിലും സൈറ്റിലൊക്കെ ലോഗിൻ ചെയ്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു സൈറ്റ് ഏതാണെന്നോ അല്ലെങ്കിൽ ആ ഒരു സൈറ്റിൽ നിന്ന് ആ ലോഗിൻ ചെയ്തതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ലോഗിൻ ചെയ്ത സൈറ്റ് ഏതെന്നോ അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഏതെന്നൊക്കെ നമ്മൾ മറന്നെന്നിരിക്കാം, എന്നാൽ ഒരിക്കലും നമ്മുടെ മൊബൈൽ ഫോൺ അത് മറക്കത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ആ സൈറ്റ് ഏതെന്ന് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻസ് ഒക്കെ ഏതെന്നൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആ ഒരു സൈറ്റാണ് അതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അത് ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ അതെങ്ങനെയെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നമ്മൾ എവിടെയൊക്കെ ലോഗിൻ ചെയ്തു എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ് ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഇവിടെ താഴോട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഏത് മെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് നമ്മൾ ഈ പറയുന്ന സൈറ്റിലൊക്കെ ലോഗിൻ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ മെയിൽ ഐ ഡിയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏത് മെയിൽ ഐ ഡിയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പം വേറൊരു മെയിൽ ഐ ഡി ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓൾ സർവീസസ് എന്ന് കണ്ടോ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇതിൽ നമുക്ക് കണക്റ്റഡ് ആപ്സ് എന്നതാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഏറ്റവും താഴെ വല്ലതും ആയിരിക്കാം, എവിടെയാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുക. അപ്പോൾ എൻ്റെ മൊബൈൽ ഇതായത് മുകളിൽ തന്നെ വന്ന് കിടപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് ഒരു 4 ആപ്ലിക്കേഷനിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ അത് ലോഗ് ഔട്ട് ആയിട്ടില്ല. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഡോബ്, ഗ്രോ, ട്രേഡിംഗ് വ്യൂ, വാട്സപ്പ്, മെസ്സഞ്ചർ, ഈ പറയുന്ന 4 ആപ്ലിക്കേഷനിലാണ് ഞാനിപ്പോൾ കൊടുത്ത മെയിൽ ഐ ഡി ഉപയോഗിച്ച് ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനോ സൈറ്റോ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ നിന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം അത് എങ്ങനെയെന്ന് വെച്ചാൽ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷൻ ഏതോ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ ഡിലീറ്റ് ഓൾ കണക്ഷൻ യു ഹാവ് വിത്ത് അഡോബ് എന്നതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അഡോബ് എന്ന ആപ്ലിക്കേഷൻ്റെ എല്ലാ സംഭവവും ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്, അതായത് ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഒരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ ക്യാൻസൽ ആൻഡ് കൺഫർമേഷൻ എന്നതുണ്ട്. അപ്പോൾ കൺഫർമേഷൻ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി ഉപയോഗിച്ചുള്ള ലോഗിൻ ചെയ്തിരിക്കുന്നതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ അഡോബിൻ്റേതായിട്ടുള്ള സൈറ്റിൽ എവിടേക്കോ ഞാൻ കയറിയിട്ടുണ്ട്, അവിടെ നിന്നെല്ലാം നമുക്കിത് ലോഗ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കൺഫേം എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അഡോബിൻ്റേതായിട്ട് ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ സൈറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ലോഗ് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ബാക്കിലോട്ട് വന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു 3 ആപ്ലിക്കേഷൻസ് മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസോ സൈറ്റോ ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കണ്ടുപിടിച്ചതനുസരിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര ഈസി ആയിട്ട് തന്നെ നമുക്കിപ്പോൾ അതിൽ നിന്നൊക്കെ ലോഗ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ ഈ ഒരു ട്രിക്കിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇൻ കേസ് ഇതിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടായിരുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.